ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്. എന്താണ് ഈ വചനത്തിൻ്റെ ആഴം? എന്താണ് ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആഴമേറിയ സത്യങ്ങൾ? ഈ വചനത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ആഴവും ഒന്നും മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയുന്നതോ ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അത്രമാത്രം ആഴമേറിയതാണ് ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന നിത്യസത്യങ്ങൾ. കർത്താവിന് സ്തോത്രം. ഒരു വചനം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഭൂമിയുടെ 2/3 സമുദ്രമാണ്. ഈ സമുദ്രതീരത്തിരുന്ന് ആ മണലിൽ കളിക്കുന്ന ഒരു കുട്ടി പോലെയേ ഉള്ളൂ. അഥവാ മണൽ തീരത്തിരുന്ന് അഥവാ കടൽ തീരത്തിരുന്ന് അതിവിദൂരതയിൽ കിടക്കുന്ന കടലിലേക്ക് ജസ്റ്റ് ഇറങ്ങാനൊന്ന് കാൽ വെച്ച കുഞ്ഞിനെ പോലെ ആവുന്നുള്ളൂ നാം വചനം പഠിച്ചു തുടങ്ങുമ്പോൾ. അല്ല, ഇത് കുറെ പഠിച്ചവർക്ക് പോലും വീണ്ടും വീണ്ടും ആഴമാണ്. ഇതൊരു രത്നഖനിയാണ്. എത്ര കുഴിച്ചാലും തീരാത്തൊരു രത്നഖനിയാണ് ദൈവത്തിന്റെ വചനം. The word of God, ദൈവത്തിന്റെ വചനം. അത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വാക്കുകളാണിത്. ദൈവത്തിന്റെ വാക്കിന് വല്ല അന്തമുണ്ടോ? ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ് നിത്യനായ ദൈവം. ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതായ വാക്കുകൾ, ആ വാക്കിന്റെ ശക്തി, ആ വാക്കിന്റെ വ്യാപ്തി, അതെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. സമുദ്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. സൂര്യനും ചന്ദ്രനും നക്ഷത്രമുള്ളതായ സൗരയൂഥം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെ ഉണ്ടായി. ദൈവത്തിന്റെ ഒരു വാക്ക് കൊണ്ട് ഇത്രയും വലിയ കാര്യം നടന്നുവെങ്കിൽ, പ്രിയ മകനെ, മകളെ, പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലെ ഒരു കൊച്ചു കാര്യം നടത്താൻ ദൈവത്തിന് കഴിയുകയില്ലേ? കഴിയും. അതാണ് നാം ചിന്തിച്ചു വരുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവനുള്ള ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വലിയ പേപ്പറുകളിൽ മാറി മാറി നിറച്ച് പേപ്പറുകളിൽ എഴുതി വെച്ചാലും അതിൻ്റെ അവസാനം നമുക്ക് എഴുതാൻ പറ്റും, ഇതെല്ലാം എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിൻ്റെ രക്തത്താൽ വിടുതലുണ്ടല്ലോ, വീണ്ടെടുപ്പുണ്ടല്ലോ. അങ്ങനെ ഒരു പാട്ടുണ്ട്, മനോഹരമാണ്. അങ്ങനെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് ഉയർത്തിക്കാണിക്കുന്ന അനേകം പാട്ടുകളുണ്ട്. കർത്താവിന് സ്തോത്രം. അസാധ്യമായതെനിക്കൊന്നുമില്ല എന്ന് തുടങ്ങുന്ന പാട്ടുകളുണ്ട്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് തുടങ്ങുന്ന പാട്ടുകളുണ്ട്. ഇങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ഗാനങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്നതല്ല. നൂറ്റാണ്ടുകളായി അനേകായിരം ദൈവമക്കൾ അനുഭവിക്കുന്നു. ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അനേകായിരം കോടിക്കണക്കിന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളത്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. നാം പല കാര്യങ്ങൾ ചിന്തിച്ചു. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം, ചെങ്കടലിലുള്ള വെള്ളം മതിലുപോലെ ഇടത്തും വലത്തുമായി മതിലുപോലെ നിൽക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ വായിലെ വാക്കുകൾ കൊണ്ട് മോശയ്ക്ക് അധികാരം കൊടുത്ത് ദൈവം പ്രവർത്തിച്ചു. ഉണങ്ങിയ നിലം നദിയുടെ ഉള്ളിലൂടെ ഏതാണ്ട് 556 കിലോമീറ്റർ വീതിയും നാം ചിന്തിച്ചു 1600 അടി താഴ്ചയുമുള്ളതായ ആ നദി, ചെങ്കടൽ, അത് ചിറ പോലെ വെള്ളം ഉയർന്നു നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞു. സ്തോത്രം. മാത്രവുമല്ല, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഫറവോനെയും സൈന്യത്തെ, അന്നത്തെ ഏറ്റവും വലിയ സൈന്യം, ശക്തമായ സൈന്യത്തെയും കുതിരയെയും എല്ലാം ചെങ്കടലിൽ തള്ളിയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് മോശയിലൂടെ ദൈവം കൽപ്പിച്ചിരുന്നു. അതിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. മകനെ, നിന്റെ ജീവിതത്തിൽ നിത്യനായ ദൈവം ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? മകളെ, നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ വ്രതനിലൂടെ, ദൈവത്തിൻ്റെ അഭിഷിക്തനിലൂടെ
ഒരു ദൂത്, ഒരു വാഗ്ദത്തം, ഒരു സന്ദേശം, ഒരു വചനം നിനക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. അതിനൊരു പുള്ളിയെങ്കിലും മാറുകയില്ല, വള്ളിയെങ്കിലും മാറുകയില്ല. പക്ഷേ നിന്റെ സമർപ്പണക്കുറവ് മൂലം, നിന്റെ അവിശ്വാസം മൂലം അത് ഡിലേ വരുത്തി കളയരുത്. നാം ഒരു ദൂത് ലഭിച്ചാൽ, ഒരു വചനം ലഭിച്ചാൽ വിശ്വാസത്താൽ അത് നേടിയെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് കണ്ട ഇസ്രായേലിനെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവം അങ്ങനെ കൽപ്പിച്ചു, ദൈവം അങ്ങനെ ചെയ്തു. ദൈവം ഒന്ന് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം. പിന്നീട് നാം മുന്നോട്ട് വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിശന്നു, മന്ന കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് ദാഹിച്ചു, അവർ വെള്ളം കുടിക്കാൻ മാറിയിൽ ചെന്നപ്പോൾ അത് കയ്പായിരുന്നു. കയ്പുള്ള വെള്ളത്തെ ദൈവം മധുരമാക്കി തീർത്തു. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി തിന്നണം. ഇസ്രായേൽ ജനത്തിന് ഇറച്ചി കൊടുക്കുവാൻ ദൈവം ഒരു വലിയ കാറ്റടുപ്പിച്ച ഇസ്രായേൽ ജനത്തെ പിടിക്കുവാൻ തക്കവണ്ണം കാടപക്ഷിയെ ദൈവം ജനത്തിന് കൊടുത്തു. ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. കേവലം ഇസ്രായേൽ മക്കളെ മാത്രം നടത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന പിതാക്കന്മാരെ നടത്തിയ ദൈവമെന്ന് പറഞ്ഞ് നാം അഭിമാനിച്ചിട്ടും കാര്യമില്ല. അഭിമാനിച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ നിങ്ങൾ പ്രാഗൽഭ്യം പ്രാപിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. പണ്ടെങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു മോശയെ നടത്തിയ ദൈവം, പണ്ട് ജീവിച്ചിരുന്ന ഒരു അബ്രഹാമിനെ നടത്തിയ ദൈവം, പണ്ട് ജീവിച്ച നോഹയെ നടത്തിയ ദൈവം എല്ലാം സത്യം തന്നെയാണ്. പിതാക്കന്മാരുടെ ദൈവമെന്ന് നാം അഭിമാനിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ദൈവമെന്ന് ചങ്കെ കൈവച്ച് പറയാൻ നാം പ്രാഗൽഭ്യം പ്രാപിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ ദൈവം ഉത്തരം തരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏതാ 3 ആണ്ടും 6 മാസവും മഴ പെയ്തില്ല. 3.5 വർഷം മഴയില്ല. എന്നാൽ വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൈവം ആകാശത്തിന് കിളിവാതിൽ തുറന്നു. ആ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളത് അതിലൂടെയും നമുക്ക് പഠിക്കാം. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്, സീൻ മരുഭൂമിയിലാണ് ഇസ്രായേൽ ജനം. നാം കഴിഞ്ഞ തവണ ചിന്തിച്ചത്, സീൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് രഫീദീമിലെത്തി. രഫീദീമിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് ദാഹിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം. മരുഭൂമിയിൽ എവിടെ വെള്ളം കിട്ടാൻ? ജനം ചിന്തിച്ചു, ഞങ്ങൾക്ക് എവിടെ മരുഭൂമിയിൽ വെള്ളം, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ. അവരെല്ലാം ചെന്ന് പറയുന്നത് പാവം മോശയോടാണ്. പാവം മോശ അല്ലേ? മോശ പാവം. നൈൽ നദിയിലൂടെ ഒഴുകിത്തീരേണ്ട ജീവിതം പോരാ, അന്നത്തെ ഈജിപ്തിൽ ഒരു ഫറവോനായി ഉയർന്നു വരേണ്ട ജീവിതം. കർത്താവിന് സ്തോത്രം. എന്നാൽ അതെല്ലാം വിട്ട്, ജീവനുള്ള ദൈവം വിളിച്ചപ്പോൾ മിസ്രയും വിട്ട്, കൊട്ടാരം വിട്ട്, അധികാരം വിട്ട്, അവിടുത്തെ ഭണ്ഡാര ഗൃഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മിസ്രൈമ്യ സമ്പത്ത് വിട്ട് ധൈര്യത്തോടെ കാലെടുത്തു വെച്ച മോശ, ആ മോശയെ ദൈവം മറന്നില്ല. ഇത്രോമിന്റെ ആടുകളെ നോക്കിക്കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ 40 വർഷം മുമ്പ് തനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച മോശയെ ദൈവം മറന്നില്ല. 40ാമത്തെ വയസ്സിലാണ് കൊട്ടാരം വിട്ടത്. അടുത്ത 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷനായി മോശയോട് സംസാരിച്ചു. ആ മോശയിലൂടെ പ്രവർത്തിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴിതാ രഫീദീമിൽ ഇസ്രായേൽ ജനം പാളയമിറങ്ങി. അവർ പറഞ്ഞു വെള്ളമില്ല. എന്ത് ചെയ്യാം? മോശയോട് ജനം പറഞ്ഞു. ജനം പറയുക മാത്രമല്ല, പെറുവിറുത്തു. മോശയ്ക്ക് വേറെ എന്ത് ചെയ്യാം? മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും ഒരുപക്ഷെ ദൈവവേല എന്ന പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവവേദലെ, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ പങ്കാളികളായിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം. സ്വന്തം കൂടെയുള്ളവരിൽ നിന്ന് പ്രതിസന്ധികൾ വരാം. അപ്പോഴെല്ലാം നമുക്ക് കരയാനും നമുക്ക് നോക്കാനും യേശുവുണ്ട്. യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. മടുത്തു പോകരുത്, തളർന്നു പോകരുത്, വാടിപ്പോകരുത്. ദൈവസന്നിധിയിലേക്ക് മോശയെന്ന്, കർത്താവേ ഞാൻ എന്ത് ചെയ്യുണ്ടു? ദൈവം പറഞ്ഞു, നീ പാറയെ നോക്കുക. ഒരു പാറ കാണിച്ചു കൊടുത്തു. അതാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്യേണ്ടു? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവ മോശയോട് 5-ാമത്തെ വാക്യം, യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിനു മുമ്പ് കടന്നു പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശയോട് ദൈവം പറഞ്ഞത്
മോശയെ, നീ കുറച്ച് നാൾ മുമ്പ് ആ ചെങ്കടലിനെ അടിച്ച ഒരു വടിയില്ലേ, ആ വടി കയ്യിലെടുത്തോളണം. എന്താണത്? അത് സ്പിരിച്വൽ അതോറിറ്റിയുടെ ഒരു ഒരു ചിഹ്നമാണ്, ഒരു സൈനാണത്, ഒരടയാളമാണത്. വടി സ്പിരിച്വൽ അതോറിറ്റി, ദൈവിക അധികാരം, സ്വർഗീയ അധികാരം മോശയ്ക്ക് കൊടുത്തു. മോശയെ, നീ ഒരു കാര്യം ചെയ്യണം, പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അധികാരം എടുത്ത് ഉപയോഗിച്ചോളണം. ഹല്ലേലൂയ. ദൈവമക്കളിൽ അധികാരം പരമേൽപ്പിക്കും, ആത്മീയ അധികാരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കൃപാവരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ചില പൈശാചിക പോരാട്ടങ്ങളും എതിർപ്പുകളും വരുമ്പോൾ ഈ അധികാരം കയ്യിലെടുക്കണം. ഒരുപക്ഷെ അതൊരു അന്യഭാഷയാകാം, അതൊരു പക്ഷേ പിശാചിനെ ശാസിക്കുന്ന ആത്മാക്കളുടെ മേലുള്ള അധികാരമാകാം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരമാകാം. മകനെ, നീ അത് എടുത്തുകൊള്ളണം. ഒരു രോഗി നിന്റെ അടുക്കൽ വന്ന് ആ രോഗാത്മാവിന്റെ ബാധ അത് ആക്രമിക്കാൻ വരുമ്പോൾ രോഗസൗഖ്യത്തിന്റെ അധികാരം കയ്യിലെടുത്തുകൊള്ളണം. അങ്ങനെ മോശയോട് പറഞ്ഞു, നീ വടി കയ്യിലെടുത്തുകൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. ദൈവം പറയുകയാണ്, നീ അധികാരമെടുക്കുമ്പോൾ ഞാൻ നിൽക്കുമെന്ന്. അതേ, ദൈവമക്കൾക്ക് കൊടുത്തതായി ദൈവിക അധികാരം ദൈവമക്കൾ ഉപയോഗിക്കുമ്പോൾ ജീവനുള്ള ദൈവമാണ് നിന്റെ പിന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മോശയോട് പറഞ്ഞു, ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ ഞാൻ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കൊടുപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇത് അത്ഭുതമല്ലേ? പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുമോ? പെട്ടെന്ന് ചുമ്മാ ഒരു കരിമ്പാറയിൽ നിന്ന് വെള്ളം പെട്ടെന്ന് ചുമ്മാ അങ്ങ് പുറപ്പെടുമോ? ഇല്ല, സാധിക്കുകയില്ല, അസാധ്യമാണ്. എന്നാൽ വടി കൊണ്ട്, കേവലം ഒരു വടി കൊണ്ട് പാറയടിച്ചപ്പോൾ അതിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. അസാധ്യങ്ങൾ സാധ്യമാണ്. കരിമ്പാറ പോലെയുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടോ? ഒരു അയവുമില്ല, ഒരു കനിവില്ല, ഒരു വെള്ളത്തിന്റെ കിനിവ് പോലുമില്ല, സാധ്യതകളില്ല. പാറ, കരിമ്പാറ പോലെയുള്ളതായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ടോ? വെള്ളം വരാൻ സാധ്യതയില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ അധികാരവും ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനയും ഉണ്ടെങ്കിൽ ഏതു പാറയിൽ നിന്നും വെള്ളം പുറപ്പെടും. അങ്ങനെ നിന്റെ പ്രശ്നം കരിമ്പാറ പോലെയുള്ളതായ കഠിനമായ പ്രശ്നമായിരിക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അന്ന് ഇസ്രായേൽ ജനത്തിന് വെള്ളം കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ അതിൽ നിന്നും നിനക്ക് ഒരു പരിഹാരം ദൈവം പുറപ്പെടുവിച്ച് തരും. പ്രശ്നം എന്തുമാകട്ടെ പറയുന്നേ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് എന്തുമാകട്ടെ. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? മോശയോട് ദൈവം കൽപ്പിച്ചു പാറയെ അടിക്കാൻ. കർത്താവിന് സ്തോത്രം. വെള്ളം പുറപ്പെട്ടു. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഏതാണ് ഈ അടികൊണ്ട പാറ? ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാണ് അടികൊണ്ട പാറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായത് സാധിപ്പിച്ചു തരാൻ, നമുക്ക് അസാധ്യമായ പാപത്തിന്മേലുള്ള ജയം, നമുക്ക് അസാധ്യമായ രോഗത്തിന്മേലുള്ള ജയം, നമുക്ക് അസാധ്യമായ ശാപത്തിന്മേലുള്ള ജയം, നമുക്ക് അസാധ്യമായ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, നമുക്ക് അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരാൻ വെള്ളം പുറപ്പെടുവിച്ചു, ഒരു പാറ അടിയേറ്റു. ഏതാണ് ആ പാറ? യേശുക്രിസ്തു കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി യാഗമായി യേശു അടിയേറ്റു. ആ പാറയാകുന്ന ക്രിസ്തുവിൽ നിന്നും രക്തമൊഴുകി. ആ വെള്ളം മകനെ നിന്റെ ദാഹം തീർക്കും, മകളെ നിന്റെ ആന്തരിക ദാഹം തീർക്കും. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ തിരുരക്തം, അതെല്ലാം നമ്മുടെ ആന്തരിക ദാഹം തീർക്കും. നമ്മുടെ ദാഹം തീർത്ത് നമുക്ക് സംതൃപ്തമായൊരു ജീവിതം തരും. ഇന്ന് അനേകർക്ക് സംതൃപ്തിയില്ല, ദാഹമാണ്, പരവേശമാണ്. അനേകം ദാഹത്തിലൂടെ നടക്കുന്ന മനുഷ്യന് ദാഹം മാറ്റാൻ ഈ ഭൂമിയിലെ വെള്ളം കുടിച്ചാൽ ദാഹം മാറുകയില്ല, മദ്യം കുടിച്ചാൽ ദാഹം മാറുകയില്ല, അശുദ്ധിയിലൂടെ ജീവിച്ചാൽ ദാഹം മാറുകയില്ല. മകനെ, നിന്റെ ആന്തരിക ദാഹം മാറ്റാൻ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് പുറപ്പെട്ട ഒരു വെള്ളമുണ്ട്. ആ വെള്ളം നിന്റെ ആന്തരിക ദാഹം മാറ്റും, നിന്റെ നിരാശ മാറ്റും, നിന്റെ ഭാരം മാറ്റും. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിന്റെ തിരുവിലാവിന്നൊഴിയ രക്തമാണ് സകലത്തിനും പരിഹാരം. യേശുവിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നൊഴിയ രക്തമാണ് സകലത്തിന് പരിഹാരം. യേശുവിന്റെ മുൾമുടിയേറ്റ ശിരസിൽ നിന്നൊഴിയ രക്തമാണ് മകനെ മകളെ സകലത്തിന് പരിഹാരം. യേശുവിന്റെ ശരീരത്തിൽ ചാട്ടുവാറുകൊണ്ട് അടിയേറ്റ യേശുവിന്റെ ശരീരത്തിൽ ഒഴുകിയതായ തിരുരക്തമാണ് എല്ലാത്തിനും പരിഹാരം. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ തകർക്കപ്പെട്ടു. മകനെ നിനക്ക് വേണ്ടി, മകളെ നിനക്ക് വേണ്ടി, യൗവനക്കാര നിനക്ക് വേണ്ടി ഈ തകർക്കപ്പെട്ട പാറയിലേക്ക് വരൂ. ആ തകർക്കപ്പെട്ട പാറയുടെ അരികിലേക്ക് വന്ന് ആ പാറയാകുന്ന ക്രിസ്തുവിൽ അഭയം കണ്ടെത്തൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദൈവം ധന്യമാകും. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധ്യമാക്കി തരും. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല കാര്യങ്ങൾക്കും കർത്താവ് പരിഹാരം തരുമെന്ന് ഓർപ്പിച്ചുകൊണ്ടും
നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകളെ നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കൂ, യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കൂ. അതിനുശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.